സാർ ഒരു ദൈവവിശ്വാസിയാണോ? ദൈവവിശ്വാസിയാണോ എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രകൃതി അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ. ഈ ബിസിനസ്സിലൊക്കെ നമ്മളെ ഈശ്വരൻ സപ്പോർട്ട് ചെയ്യും, നമ്മൾ ആ. വെറുതെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് എന്താണ് സാറിന്റെ ഒരു ഒരിക്കലുമില്ല. കാരണം നമ്മൾ അവിടെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പരിശ്രമിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ഈ പ്രകൃതിയുടെ ഈ പറയുന്ന ഈ ഡിവൈൻ ഫോഴ്സിന്റെ സപ്പോർട്ട് കിട്ടുന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ എല്ലാം ദൈവം തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്ന സമയത്ത് ഒന്നും ഒരാൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ് നമ്മുടെ ഹാർഡ് ഈശ്വരൻ. വർക്ക് തന്നെയാണ്. കാരണം നമ്മൾ ഹാർഡ് വർക്കാണ് നമ്മുടെ ശക്തി. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കാണ്. ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പല ഭാഗത്തു നിന്നും സപ്പോർട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതെ അതെ, നമ്മളെ ഫോക്കസ്ഡ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അത്. തീർച്ചയായിട്ടും, അല്ലേ? തീർച്ചയായും, നമ്മുടെ ബിസിനസ് തീർച്ചയായും. നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും എന്ത് ബിസിനസ് ചെയ്യുവാണെങ്കിലും എന്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ ആണ്. പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിവൈൻ ഫോഴ്സ് നിങ്ങളെ മേലെ വർക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, നമ്മൾ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ് ചെയ്യുന്ന ആള്, ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൊസൈറ്റി നമ്മൾ പറയുന്നില്ല, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾ വളരെ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായ 10 പേര് നിങ്ങളുമായിട്ട് സംസാരിക്കും. നിങ്ങൾ നെഗറ്റീവ് ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയിലെ 10-30 നെഗറ്റീവ് ആൾക്കാരെ മാത്രമേ കാണൂ. അതെ അതെ, ഈ കാണുന്ന ഒരു ശരിക്കും പറഞ്ഞ ഈ ഒരു നെറ്റ്വർക്കിംഗ് ഈ ഇവിടെ ഇപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ശരിക്കും ഇത് ഗിവേഴ്സ് ഗൈഡ് എന്നുള്ള പറഞ്ഞ ഒരു അസാധ്യ പവർ തന്നെയാണ് അല്ലെ? അതെ. ശരിക്കും പറഞ്ഞത് നമ്മൾ സാറിപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1500 മേലുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ ഇതിനകത്ത് ഈ ഒരു റീജിയനിൽ നമ്മളുണ്ട്. അതിനകത്ത് ഈ ഗിവേഴ്സ് ഗെയിൻ എന്ന ഒരു കോൺസെപ്റ്റിനകത്തൂടെ അല്ലേ ഇവർ ഇത്രമധികം ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്? തീർച്ചയായും, തീർച്ചയായും. ഗിവേഴ്സ് ഗെയിൻ എന്ന് പറയുന്ന കാര്യം, കാരണം ഞാൻ രാവിലെ മുതൽ എണീറ്റ് നോക്കുന്നത് എങ്ങനെ എന്റെ ചുറ്റുപാടും വരുന്ന ആളെ സഹായിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാ വ്യക്തികളും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകം ഏറ്റവും വലിയ ഹാപ്പിനെസ് ഉള്ള ഒരു പ്ലേസ് ആയിട്ട് മാറും. കാരണം രൂപേഷ് രാവിലെ വരുന്ന സമയത്ത് നോക്കുന്നത്, രാവിലെ വരുന്ന നമ്മൾ തരുന്ന ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ, നമ്മൾ നേരെ മുമ്പിൽ കാണുന്ന ആൾക്കോട്ടെ, ഹോട്ടൽ ആൾക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, എന്നെ കൊണ്ട് എന്താ അയാൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഗിവേഴ്സ് ഗെയിൻ. അവിടെ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി രൂപേഷിലേക്ക് അത് 10-100 മടങ്ങായിട്ട് തിരിച്ചു വരും. അതെ അതെ സാർ, ഇനി ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന യങ്ങായിട്ടുള്ള ഒരുപാട് എന്റർപ്രണേഴ്സ് ഉണ്ട്. അവരിലേക്ക് എന്താണ് സാറിന് ഒരു മെസ്സേജ് പറയാനുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ ആൾക്കാർ, ജെൻസി, ആൽഫ, ബീറ്റ, ഇവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം, ഇവിടെ ഏറ്റവും വലിയ കാരണം നമ്മളൊരു സോഷ്യൽ ആനിമൽ ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളെ കണക്ഷൻ ഇല്ലാതെ, മറ്റൊരാളെ ബന്ധമില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. ഈ റിലേഷൻഷിപ്പ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കറൻസിയാണ്. കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് എവിടെയും സക്സസ്ഫുൾ ആവും. അത് നമുക്ക് ലോകം കാട്ടിത്തന്നു. കാരണം അതിനു മുന്നേയും BNA ഉള്ള സമയത്തും കൊറോണ വരുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. കൊറോണയ്ക്കകത്ത് ഈ പറയുന്ന കണക്ഷൻസ്, ബന്ധങ്ങളിലെ ആൾക്കാർ ഒരു പ്രശ്നമില്ലാതെ പോയിട്ടുണ്ട്. കാരണം ലക്ഷങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറെ എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, അഡ്മിഷൻ ആയിക്കോട്ടെ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പുതിയ ജനറേഷനോട് പറയാനുള്ളത്. കാരണം നമുക്ക് ഈ പറയുന്നത് പോലെ ഇന്ന് നമുക്ക് എല്ലാം തന്നെ ഒരു കൊളാബറേഷൻ രീതിയിലേ മുന്നോട്ട് പോവുള്ളൂ, കൊളാബറേഷൻ കോക്രിയേഷൻ രീതിയിലേ മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിക്കകത്ത് നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ, നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ, എക്സെപ്ഷൻ ആയിട്ടുള്ള ഗ്രോത്ത് ചെയ്യണമെങ്കിൽ, ഈ പറയുന്നത് പോലെ തന്നെ BNA പറയുന്ന പോലെ ഒരു കണക്ടിവിറ്റി, മറ്റുള്ള ഒരാളെ സഹായിച്ച് ഒരുമിച്ചിട്ട് കൈകോർത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്.